തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സുമയ്യ വിദഗ്ധ സമിതിക്ക് മുന്നിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ വിദഗ്ധ സമിതിക്ക് മുമ്പാകെ നൽകും. കൂടുതൽ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ച സമിതിയാണ് സുമയ്യയെ കേൾക്കുക. ഷഫീദ് റാവുത്തർ വിവരങ്ങളും വെച്ചിരുന്നു. ഷഫീദ്, ഏതോ സാങ്കേതിക പ്രശ്നമല്ലെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ ഉള്ള കേസിൽ ഗൈഡ് വയർ നെഞ്ചിനകത്താക്കായി പോകുന്നത് സ്വാഭാവികമാണ് എന്ന തരത്തിലുള്ള ചില ന്യായീകരണങ്ങളൊക്കെ ചില ഡോക്ടർമാർ പറയുന്നത് കേട്ടു. സാധാരണഗതി അത്തരം ന്യായങ്ങളാണ് നമ്മൾ കേൾക്കാറ്. പക്ഷേ ഇതിപ്പോൾ തെറ്റുപറ്റിയെന്നുള്ള ശബ്ദരേഖ പുറത്തു വന്ന ഘട്ടത്തിൽ അങ്ങനെ ഉറപ്പിച്ച് ന്യായീകരിക്കാനും പറ്റില്ല. എന്തൊക്കെ തെളിവുകൾ സുമയ്യ ഈ വിദഗ്ധ സമിതിക്ക് മുന്നിൽ സമർപ്പിക്കും ഷഫീദ്? നിലവിലിപ്പോൾ ഹഷ്മി അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാനാണ് നിലവിലിപ്പോൾ സുമയ്യ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2023 സർജറി ചെയ്തത് മുതൽ അതിനുശേഷം 2025 വീണ്ടും ഇതേ ഡോക്ടറെ അടുത്ത് ചികിത്സ തേടിയതും അതിനുശേഷം ശ്രീചിത്രയിലേക്ക് വിഷയം റഫർ ചെയ്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ രേഖകളും ഇന്ന് ഈ വിദഗ്ധ സമിതിക്ക് മുന്നിൽ സുമയ്യ ഹാജരാക്കും. നിലവിലിപ്പോൾ ഇതിനോടകം തന്നെ പലതരത്തിലുള്ള വിവരങ്ങൾ അത് ഇപ്പോൾ മാധ്യമങ്ങൾക്കടക്കം, പ്രത്യേകിച്ച് നമ്മളാണ് ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നത്, നമ്മളുടെ അടക്കം പക്കലുണ്ട്. അതിന്റെ തെളിവടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഹാജരാക്കുക. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ നിലപാടിൽ നിന്ന് അവർ മാറിയിരുന്നു. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ അതൊരു വീഴ്ചയല്ല എന്നുള്ള ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വാദമൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ അതിനുശേഷം ഈ വിഷയത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള കാര്യം തെളിവടക്കം പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിഷയം ഇപ്പോൾ ഇത്രയധികം എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കൂടുതൽ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ച സമിതിയാണ് സുമയ്യ എന്ന് കേൾക്കുക. അതിനുശേഷം സുമയ്യയുടെ പ്രതികരണവും നമുക്ക് പ്രതീക്ഷിക്കാം. ഹഷ്മി, ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.